ഈ ലൂസിഫറിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഡ്യൂസർക്ക് പോലും പ്രൊഡ്യൂസർ മാപ്പ് പറയുന്നു, മെയിനായിട്ട് അഭിനയിച്ച മോഹൻലാൽ മാപ്പ് പറയുന്നു. ഇതുവരെ ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഒരു മാപ്പ് മാത്രമേ ഉള്ളൂ കാണാതെ, ബാക്കി എല്ലാവരും മാപ്പ് പറഞ്ഞു. ഈ പറയുന്നത് നിങ്ങൾ ചുമന്ന അക്ഷരത്തിൽ എഴുതി വെച്ചോ. ആരെല്ലാം അധർമ്മത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടോ അത് പിന്നീട് അനുഭവിക്കും. അത് അവരുടെ മക്കളായിട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം വിഷം കുത്തിവെച്ചല്ല പൈസ ഉണ്ടാക്കുന്നത്. പുതിയ തലമുറയുടെ കയ്യിലെത്തുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ഞങ്ങളെ ഇത്രയൊക്കെ കാണിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ BJP-ക്കാരാണ്, അവർ വീണ്ടും ഇതൊരു കലാപത്തിന് പോപ്പുകൂടലാവും. ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങോട്ട് തന്നെ ഒരു സിനിമ എന്ന് പറയുന്ന ഗുജറാത്ത് കലാപം ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്തതാണ്. പക്ഷെ അതിന്റെ കാരണം എന്താണ്? ആ കാരണം എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? രോഹിത്, ഇനി അത് കാണിക്കേണ്ട കാര്യമുണ്ടോ? 250-ലധികം ഹിന്ദു മതവിശ്വാസികളും പരസ്പരം തമ്മിൽ മരണപ്പെട്ട ഒരു കലാപമാണ്. ഇതിൽ കൂടുതൽ ബോംബെയിൽ നടന്നിട്ടില്ല. അല്ല, ഉണ്ട്. ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തി, വീണ്ടും മനസ്സിൽ വൈരാഗ്യം കുത്തി നിറയ്ക്കുന്ന ഒരു പരിപാടിയായി പോയി. ഒരാൾക്ക് ഒരല്പനേരത്തെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്, അല്ലേ? അവിടെ ചെന്ന് വിഷവും പകയും കുത്തി കയറ്റിയിട്ട് പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനും മോഹൻലാലിനും ചിന്തിക്കേണ്ട കാര്യം. അദ്ദേഹത്തിന്റെ മകന്റെ പക്വത പോലും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ മകനാണെന്നുണ്ടെങ്കിൽ പടത്തിൽ അഭിനയിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മകനും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറയുന്ന ഒരാളെ ഞാൻ കണ്ടത് എവിടെയാണെന്നറിയാം. ഒന്ന് സുരേഷ് ഗോപി, ഒന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇവരിത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കഥ തന്നെ. കാരണം ഇത് ഇങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ എതിർക്കുന്നറിയാം, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ഹോൾഡ് ഉള്ളതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വലിയ മാർക്കറ്റിംഗ് നമ്പർ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ. രോഹിത്തെ, സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കുക. ഈ പാവയ്ക്ക പോലെ ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് 150 കോടി രൂപ പിരിച്ചുണ്ടാക്കണേ എന്തോരം കഷ്ടപ്പെടണം. ഗുരുജി, നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു ചോദ്യം പ്രസക്തമാണ്, കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ്. എമ്പുരാൻ, ഈ സിനിമകളിൽ രാഷ്ട്രീയം കലർത്തി കത്തിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരു കലാകാരനും രാജ്യസ്നേഹി എന്നുള്ള രീതി പറയുകയാണ്. ഞാൻ ആ പടം കണ്ടിട്ടില്ല. ആദ്യം പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, കാണാത്ത പടത്തെ പറ്റിയിട്ടാണ് പറയണമെന്നുള്ളത്. പക്ഷെ സിനിമ എന്താണെന്ന് അറിയാവുന്ന ഒരു നല്ല ഫിലിം മേക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. എൻ്റെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും നോളജുള്ള ഫിലിമിൽ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ പഴയ തലമുറയിലേ ഉള്ളൂ, ഇപ്പോഴത്തെ തലമുറയിലില്ല. ഇപ്പോൾ മുഴുവൻ ഹൈടെക് ടെക്നോളജി കൂടെ പോണു. റീടേക്കിൻ്റെ മുകളിൽ റീടേക്ക് എടുക്കാം. ഞാനൊക്കെ പടം ഷൂട്ട് ചെയ്യുന്ന കാലത്ത് എങ്ങനെയാണെന്നറിയോ? നമുക്ക് മോണിറ്റർ അസിസ്റ്റ് പോലുമില്ല ആ സമയത്ത്. ക്യാമറയുടെ ലെൻസില്ലേ, ആ ലെൻസിൽ വരുന്ന ഷാഡോ നോക്കിയിട്ടാണ് ആക്ഷൻ. ആ ഒരു ഷാഡോയിൽ മാത്രമേ എക്സ്പ്രഷൻ കിട്ടുള്ളൂ. കാരണം അതിൻ്റെ ഉള്ള ഫ്രെയിമിൻ്റെ ഒരു ഫീലാണ്. അത് നോക്കിയിട്ടാണ് റിയാക്ഷൻ പോലും അവിടെ എടുക്കുന്നത്. കാരണം വെറുതെ ഓടിച്ച് കളയാൻ ഫിലിമില്ല. ഒരു 12,000 ഫീറ്റിനകത്തുനിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇത്രയും ഇതിനകത്തേക്ക് ആക്കി മാറ്റണം, അല്ലെങ്കിൽ 45,000 ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്ന് ഇത്രയും ചെറിയൊരു ഫിലിമാക്കി മാറ്റണം. ഇന്ന് ലാക്സ് നമുക്ക് എക്സ്പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇന്ന് ഫിലിം എന്ന് പറയുന്നത്, ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ടാലൻ്റ് അല്ല അത്. നമുക്ക് ടെക്നിക്കൽ ടീമുകൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ഇരുന്ന് കൊടുത്തേച്ചാൽ മതി. ഒരു ഫിലിം ഡയറക്ടറിന് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷുഡ് ബി എ വെരി ഗുഡ് കോർഡിനേറ്റർ, അത്രേ ഇന്ന് ആവശ്യമുള്ളൂ. പണ്ട് ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതല്ല. പണ്ടെന്ന് ചോദിച്ചാൽ പഴയ കാലമല്ല ഞാൻ ഈ പറഞ്ഞത്, ഈ ടെക്നോളജി വരുന്നതിന് മുമ്പ് വരെ കാലം മാറി. ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നല്ല കഥ തിരഞ്ഞെടുക്കുന്നതിൽ, അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി തിരഞ്ഞെടുക്കുന്നതിൽ, നല്ല ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നതിൽ, കഥാപാത്രത്തിന് അനുയോജ്യമായ ഇത് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നമുക്കിന്ന് ഒരു നീണ്ട നിര ടീമുകളുണ്ട്. പടത്തിൻ്റെ ബഡ്ജറ്റുകൾ മാറി. പണ്ടൊരു പടം 1.5 ലക്ഷം 2 ലക്ഷം രൂപയിലൊക്കെ പടം എടുക്കുന്നവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചെലവും കൂടി അതിനനുസരിച്ച്. തലകൾ കൂടി, ബുദ്ധികൾ ഷെയർ ചെയ്യാൻ ആളുണ്ട്, ഹോംവർക്കുകൾ പണി ചെയ്യാനുള്ള ആളുകളും ടീമും എല്ലാം ഉണ്ട്. പണ്ട് എങ്ങനെയാ? ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് അവിടെ നിന്ന് അത്രമാത്രം സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടി ആളുകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് സിനിമയ്ക്ക് വേറൊരു ആംഗിളാണ്. ഇന്ന് സിനിമ എന്ന് പറഞ്ഞാൽ വേറൊരു ആംഗിളാണ്. ഞാൻ ഡയറക്ടർമാരെ മോശമാക്കണമല്ല, ഞാൻ ആ തൊഴിലിപ്പോൾ വിട്ടതുകൊണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞതല്ല. പക്ഷെ അതിൻ്റെ ധർമ്മമെല്ലാം പോയി. ഒരു പടം നമ്മൾ ഒരു ഫിലിം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ പോലെ നമുക്ക് തീരുമാനിക്കാനുണ്ട്. ഇപ്പോൾ ഫിലിം ഇതിനകത്ത് കഥ നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ മൊത്തം കഥകളുടെ പ്ലോട്ട് നോക്കിയാൽ 24.5 പ്ലോട്ട്സേ ഈ വേൾഡിലുള്ളൂ. അതിലെല്ലാ ഡയറക്ടേഴ്സും ഹാൻഡിൽ ചെയ്യുന്നത് 3-4 പ്ലോട്ട് വെച്ചിട്ടാണ്. റിവെഞ്ച്, അല്ലെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലവ്, അല്ലെങ്കിൽ തീർന്നു. ഈ 3 അല്ലെങ്കിൽ 4 പ്ലോട്ട് തീർന്നു. ഇതിനപ്പുറത്തൊരു പ്ലോട്ടിൽ ഒരാൾക്കും കൈവയ്ക്കാൻ പറ്റില്ല. ഇതിനപ്പുറം കൈവയ്ക്കുന്ന
വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസെപ്ഷൻ പോലെയുള്ള പടങ്ങൾ പോയി കാണും. അത് ടൈം ആൻഡ് സ്പേസ് വെച്ച് കളിച്ചേക്കണതാണ്. മെട്രിക്സ് പോയി കാണും. അത് നമ്മൾ കാണുമ്പോൾ ഞാൻ ഈ പറയുന്നതിന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു സാധനം വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ബ്രെയിനിന് പ്രാധാന്യം വരണം. കാരണം ഇതൊരു ടീമിൻ്റെ ബ്രെയിനിന് ഒരു പ്രാധാന്യമില്ല. ഇത് വിഷ്വലൈസ് ചെയ്ത് തിയേറ്ററിൽ എത്തുന്നത് വരെ ആ റൈറ്ററുടെ ഉള്ളിലോ അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ ഉള്ളിലും മാത്രമായിരിക്കും ആ സാധനം എന്താണ് വരാൻ പോണതെന്ന് ഇതിപ്പോൾ ഈ ലൂസിഫറിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഡ്യൂസർക്ക് പോലും പ്രൊഡ്യൂസർ മാപ്പ് പറയുന്നു, മെയിനായിട്ട് അഭിനയിച്ച മോഹൻലാൽ മാപ്പ് പറയുന്നു. ഇതുവരെ ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഒരു മാപ്പ് മാത്രമേ ഉള്ളൂ കാണാതെ, ബാക്കി എല്ലാവരും മാപ്പ് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സങ്കടമായെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ കാണാത്ത പടത്തിന് ഞാനൊരു എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു ആളുകൾക്ക് എങ്ങനെ ഉൾക്കൊള്ളും എന്ന് അറിയാൻ പറ്റില്ല. ഒരു വെളിയിൽ നിന്നുകൊണ്ട് ഞാനൊരു ഫിലിം മേക്കർ ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇപ്പോൾ ലൂസിഫറിന് മുമ്പുള്ള പടം, ആ പടം ലൂസിഫർ എന്ന് പറയുന്ന പടത്തിന് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഈ പടത്തിലേക്ക്. മോഹൻലാലിൻ്റെ ഫാൻസിന് ഇതെന്താ ചെയ്തു വെച്ചേക്കണേന്ന് കാണണം. മോഹൻലാലിൻ്റെ ഫാൻസിന് അറിയണം മോഹൻലാലിനെ വെച്ച് പൃഥ്വിരാജ് എന്താണ് പ്രത്യേകത ചെയ്തേക്കണേന്ന്. മമ്മൂട്ടിയുടെ ഫാൻസിനും അറിയണം മോഹൻലാൽ എന്താ കാണിച്ചു കൂട്ടിയേക്കണേന്ന്. പൃഥ്വിരാജിൻ്റെ ഫാൻസിനും അറിയണം. ഇൻഡസ്ട്രിക്കും ലോകത്തുള്ള സകല ജനങ്ങൾക്കും അറിയണം പൃഥ്വിരാജ് എന്താണ് ചെയ്തേക്കണേന്ന് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സക്സസ്. ഇതെല്ലാവരും പറയണതാണ്. അത് ഇനിയപ്പോൾ ഞാനും പറയണം. എമ്പുരാൻ ഇനി അടുത്ത് പറഞ്ഞ എമ്പുരാൻ്റെ. ഈ ലൂസിഫറിന് ശേഷം എമ്പുരാൻ ഇത്രമാത്രം ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിലുള്ളതെന്ന് കാണാൻ വേണ്ടി ആളുകൾ ഇത്തവണയും ചെല്ലുന്നുണ്ട്. ഇവരിത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കഥ തന്നെയാണ്. കാരണം ഇതിങ്ങനെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എതിർക്കുന്നറിയാം, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ഹോൾഡ് ഉള്ളതാണ്. ഇതിനകത്ത് ഇന്നൊരാൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ, ഇന്നലെ ഞങ്ങളുടെ ഒരു പഴയ ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പിലെ ചർച്ചയായിരുന്നു. പടം എല്ലാവരും കണ്ടു, ഇനി ഇത് വീണ്ടും കാണണം ചൊവ്വാഴ്ച പോയിട്ട്. കാര്യം ഇത് എന്താ കട്ട് ചെയ്തെന്ന് അറിയണമെങ്കിൽ ഇതൊന്നുകൂടെ കണ്ടല്ലേ പറ്റുള്ളൂ. അത് തന്നെ പറഞ്ഞത്. ഈ ബുദ്ധി വെറും ബുദ്ധി അല്ലാതെ ഇത് അല്ലല്ല. ഇത് ഞാനങ്ങ് പറഞ്ഞുതരാം. ഇത് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ പണ്ട് പയറ്റിയത്. അത് ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞത് ഒരു 20 വർഷം മുമ്പ് ബോളിവുഡിൽ പയറ്റിയ കഥയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡിൽ എന്നും ചെയ്യണ പരിപാടി. ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പലരും ഞാൻ ചിന്തിച്ചതുപോലെ പല റൈറ്റപ്പുകളും കണ്ടു. എന്നാലും ഞാൻ പറയാണ്, പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെരുന്നാൾ കാലഘട്ടത്തിൽ ഈ സിനിമ വരുന്നു. മമ്മൂട്ടിയുടെ ബസൂക്ക വരാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു ചെറിയ വർഗീയ മുഖമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്ത് ഇപ്പോൾ. അപ്പോൾ ഇവരെല്ലാവരും ഈ സിനിമ കാണത്തില്ല. സിനിമ അങ്ങനെ വിജയിക്കണ്ടെന്ന് വെച്ച് കാണാതിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എല്ലാത്തിലും ജാതിയും മതവും ഒക്കെ കലർത്തുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി മോഹൻലാലിൻ്റെ ഫാൻസ് ഈ ഓവർ ഹൈപ്പിൽ വലിയ രീതിയിൽ എന്ത് ചെയ്യും, ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടും. ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു, സിനിമ ഇറങ്ങി 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് ഇവർ തന്നെ ഇതിനകത്ത് BJP വിരുദ്ധതയാണ്, ദേശീയ വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അതോടുകൂടി ഈ കാണാതെ മാറി നിന്ന ആളുകളൊക്കെ ടിക്കറ്റ് എടുത്ത് പടം കാണാൻ വരുന്നു. ഇത് വീണ്ടും കട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കണ്ടവർ വീണ്ടും ടിക്കറ്റ് കാണും. ഇങ്ങനെ ഇതൊരു വലിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ മാർക്കറ്റിംഗ് തന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ. രോഹിത്തെ, സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കുക. ഈ പാവയ്ക്ക പോലെ ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് 150 കോടി രൂപ പിരിച്ചുണ്ടാക്കണേ എന്തോരം കഷ്ടപ്പെടണം. പാടാം ഇല്ലേ? നല്ല രീതിയിൽ പിരിക്കാൻ പാടാണേ. അത് തന്നെ ചെയ്യണം. മോശം രീതിയിൽ പിരിക്കാൻ എളുപ്പമാണ്. അതാ ചെയ്യണത് നമ്മൾ ഈ പല കമ്പനികളും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. വർഗീയതയും ദുഷിപ്പും വൃത്തികേടും കാണിച്ചിട്ട് ഈ പറയുന്നത് നിങ്ങൾ ചുമന്ന അക്ഷരത്തിൽ എഴുതി വെച്ചോ. ആരെല്ലാം അധർമ്മത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടോ അത് പിന്നീട് അനുഭവിക്കും. അത് അവരുടെ മക്കളായിട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം വിഷം കുത്തിവെച്ചല്ല പൈസ ഉണ്ടാക്കുന്നത്. അധർമ്മം ചെയ്ത് ഈ പടത്തിൽ നിന്ന് ആരൊക്കെ പൈസ ഉണ്ടാക്കണ്ടോ അവരെല്ലാം ഇതിന് അനുഭവിക്കേണ്ടി വരും. കാരണം ആളുകളുടെ മനസ്സ് വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ആ പൈസ ഉണ്ടാക്കുന്നത്. അതെ, ഇതിൽ സിമ്പിളായി ഒരു പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ചു പോകാൻ പറ്റുന്നൊരു വിഷയമാണ്. ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിലിൽ അങ്ങ് സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ടൈറ്റിലിൽ ഗോത്ര കലാപം കാണിക്കും. ട്രെയിനിൽ കുറേ സന്യാസികളും കുട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ കത്തുകയാണ്. എങ്ങനെയാണ് കത്തുന്നത് എന്ന് മാത്രം കാണിച്ചിട്ടില്ല. അത് കത്തിച്ച ആരാണെന്ന് കൂടി കാണിച്ചിരുന്നെങ്കിൽ സിനിമ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഗുജറാത്ത് കലാപമാണ്. ഗുജറാത്ത് കലാപത്തിൽ ഒരു മുസ്ലിം കുടുംബം ഒരു ഹിന്ദു കുടുംബത്തിൽ അഭയം തേടിയെത്തുന്നു. 10-20 പേരെ ഹിന്ദു വർഗീയവാദികൾ റേപ്പ് ചെയ്തും ഗർഭിണിയെ റേപ്പ് ചെയ്തും ഒക്കെ കൊല്ലുന്നു. ഇതാണ് കാണിക്കുന്നത്. ഒരു 1/2 മണിക്കൂർ കൃത്യമായ സിനിമ വളരെ. ഇത് ശരിയാണോ? അപ്പോൾ ഈ പറഞ്ഞ കഥയാണെങ്കിൽ ഇത് ശരിയാണോ കാണിച്ചത്? രോഹിത് പറ. ഇല്ല, അതിൽ ഈ പറയപ്പെടുന്ന ഗോത്ര കലാപം നമുക്ക് വായിക്കാൻ അറിയാം. സംഭവം എല്ലാവർക്കും പകൽ പോലെ സത്യം അറിയാവുന്ന. ഇനി എന്തിനു വേണ്ടി ഞാൻ അതിൽ ഭയപ്പെടുന്ന ഒരു സംഭവം പറയട്ടെ. ഈ ഗുജറാത്ത് കലാപം ഇവർ കാണിച്ചതിന് ശേഷം
ഒരു സീൻ അവർ ക്രിയേറ്റ് ചെയ്ത് ഒരു 10-25 മിനിറ്റോളം പോകുന്ന ഒരു സീനാണ്. ആ സീനിൽ ആ റൂമിൽ അടച്ചൊളിച്ചിരിക്കുന്ന 10-25ഓളം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവിടേക്ക് കടന്നു വരുന്ന ഹിന്ദു തീവ്രവാദികൾ ഇവരെ ഭയങ്കരമായി നിഷ്ഠൂരമായി വെടിവെച്ചും റേപ്പ് ചെയ്തും കൊല്ലുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. അല്ല പറയട്ടെ, ഒരു ഗർഭിണിയായ സ്ത്രീയെ പോലും ഒരു മാനുഷിക പരിഗണനയില്ലാതെ കൊല്ലുന്നു. ഇത് കണ്ടുകൊണ്ട് ഒരു റൂമിൽ ഒളിച്ചിരിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ പ്രതികാരമാണ് പിന്നീട് 25 വർഷം ശേഷം ആ പയ്യൻ പ്രതികാരം ചെയ്യുന്നതാണ് സിനിമയുടെ ഒരു വൺ ലൈൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സീൻ കട്ട് ചെയ്ത്, ഇതിൻ്റെ ഹിന്ദി പതിപ്പുണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് ഗുജറാത്തിലെ ഇന്നത്തെ എന്താണ് അവിടെ നടന്നതെന്ന് അറിയാത്ത ഒരു പുതിയ തലമുറയുടെ കയ്യിലെത്തുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ഞങ്ങളെ ഇത്രയൊക്കെ കാണിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ BJP-കാരാണ്, അവർ വീണ്ടും ഇതൊരു കലാപത്തിന് പോപ്പുകൂട്ടലാവും. ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങോട്ട് തന്നെ, ഒരു സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിന് ഒരു പ്രതിബദ്ധതയുണ്ട്. എന്താണെന്നറിയോ? പണ്ട് കാലത്ത് പ്രേം നസീർ ആയിരുന്നു നമ്മളെ മുണ്ടുകൊടുക്കാൻ പഠിപ്പിച്ചത് മലയാളികളെ. ഈ പ്രേം നസീർ ആയിരുന്നു നമ്മളെങ്ങനെ മുടിയിരണമെന്ന് തീരുമാനിച്ചിരുന്നത്. മധു ആയിരുന്നു എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് നമ്മളെ തീരുമാനിപ്പിച്ചിരുന്നത്. ഇവർക്കെല്ലാം ഈ സമൂഹത്തിനോടൊരു പ്രതിബദ്ധത അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കണ്ടമാനം ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് ഫിലിം എന്ന് പറയുന്നത്. ഇത്രയും വ്രണം കുത്തിവെക്കേണ്ട ഈ സിനിമ മുഴുവൻ കാണിച്ചാലും അതിന്റെ കാരണമുണ്ട്. ഇത്രയൊക്കെ സംഭവിക്കാൻ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു RSS നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. ഞങ്ങൾ ഇതൊന്നും നിഷേധിച്ചിട്ടില്ല, ഗുജറാത്ത് കലാപം ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്തതാണ്. പക്ഷെ അതിന്റെ കാരണം എന്താണ്? ആ കാരണം എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? രോഹിത്, ഇനി അത് കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളിത് മറന്നുപോയ കഥയാണ്. ജനങ്ങൾ അത് വിട്ടുകളഞ്ഞു. ഇത് കോടതി വിധിയും വന്നു. ശരിയായ രീതി സത്യം അറിയില്ല. രാഷ്ട്രീയമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം. 750ഓളം മുസ്ലിം മതവിശ്വാസികളും 250-ലധികം ഹിന്ദു മതവിശ്വാസികളും പരസ്പരം തല്ലി മരണപ്പെട്ട ഒരു കലാപമാണ് ഗുജറാത്ത്. ഇതിൽ കൂടുതൽ ബോംബെയിൽ നടന്നിട്ടില്ലേ? അല്ല, ഉണ്ട്. ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തി, വീണ്ടും മനസ്സിൽ വൈരാഗ്യം കുത്തി നിറയ്ക്കുന്ന ഒരു പരിപാടിയായി പോയി എന്നുള്ളതാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ബുദ്ധിമുട്ട് ആരൊക്കെ ഇതിനകത്ത് അഭിനയിച്ചവർ, ഇതിന്റെ പ്രൊഡ്യൂസർമാർ എല്ലാവരും ഈ രക്തത്തിൽ പങ്കുണ്ട്. ഇവരൊക്കെ ഇതിന്റെ കർമ്മഫലം അനുഭവിച്ചേ പോവുള്ളൂ. ഇതിൽ നിന്ന് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. കർമ്മഫലം എന്ന് പറഞ്ഞ സാധനത്തെ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ഇത് വന്ന് പൃഥ്വിരാജിന്റെ കൊച്ചുമക്കൾ വരെ അനുഭവിക്കും. കാരണം എന്താ? അധർമ്മത്തിൽ കൂടെയാണ് ഈ പൈസ വരുന്നത്. ഫിലിം മേക്കിംഗ് അധർമ്മമല്ല, സത്യം പറയാം. സിനിമയ്ക്ക് സ്റ്റോറി ഉണ്ടാക്കാം. സിനിമ എപ്പോഴും ഒരു സ്റ്റോറിയാണ്. ഫിലിം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. എൻ്റർടൈൻമെൻറ്റ് അതാണ് ഫിലിം. ഒരാൾക്ക് ഒരല്പനേരത്തെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്, അല്ലേ? അവിടെ ചെന്ന് വിഷവും പകയും കുത്തി കയറ്റിയിട്ട് പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ? സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുക ചെയ്യേണ്ടത്. അല്ല, പക്ഷേ ഇതിൽ ഇപ്പം പറയാം, CPM കേരളം ഭരിക്കുന്നവരെ, പിണറായി വിജയനെ പോലെ കഥാപാത്രത്തെ ഉണ്ടാക്കി ഭയങ്കരമായി അവർ കളിയാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മറന്ന് ഇത് സിനിമയ്ക്കെതിരെ നടക്കുന്ന ഒരു ഹേറ്റ് ക്യാമ്പയിന് ഈ DYFIയും CPM അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. കാരണം എന്താ? ഇപ്പം ഏറ്റവും മൈലേജ് കിട്ടുന്നത് ഇപ്പൊ അവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെയാണല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഈ ചെയ്യുന്ന രീതി ശരിയല്ല. ഫിലിം എന്ന് പറഞ്ഞ ഇതല്ല. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് BJPക്ക് എപ്പോഴും മൈലേജ് മാത്രമേ കൊടുത്തുള്ളൂ. ഡെഫിനറ്റ്ലി ഇത് BJP ഗുണം ഉണ്ടാവുള്ളൂ. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മൈലേജ് കിട്ടുകയും എന്നാൽ ഒരു വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ 2 വിഭാഗം ആളുകളുടെ നെഞ്ചിൽ തീ കോരിയിടുകയും ചെയ്യുന്നൊരു പരിപാടി. 100%. ഇതിന്റെ പേരിൽ ഒരു കൊലപാതകം നടന്ന ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ചുമ്മാ മദ്യപിച്ചിട്ട്, ഇപ്പൊ പെരുന്നാൾ സമയമൊക്കെയാ, ചുമ്മാ വൈരാഗ്യം തോന്നിയിട്ട് എന്നാ ഒന്ന് ബഹളം ഉണ്ടാക്കിയേക്കാൻ തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും അല്ല വേണ്ടത്. സത്യം അറിയുക. നമ്മൾ ആരെയും കൊല്ലാനും അല്ലെങ്കിൽ കൊല്ലിക്കാനും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. നമ്മൾ കുറച്ച് കാലം ഒന്ന് മനസ്സമാധാനമായിട്ട് എത്ര നാൾ ജീവിക്കുന്നുണ്ട്? 10-30,000 ദിവസമേ ഇവിടെ ജീവിക്കണുള്ളൂ, അല്ലേ? ഈ 30,000 ദിവസം ജീവിക്കാൻ എന്തോരം സാധനം വേണം? 10 കാറ് പോരെ? ആ 10 കാറ് ഇപ്പം ഉണ്ടല്ലോ. എന്തൊക്കെ സൂഹിക്കാനുണ്ടോ അതെല്ലാം ഉണ്ട്. ഇനി വ്രണം കുത്തി വെച്ചോടെ സൂഹിക്കണോ? ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും? ഒരു വിഭാഗം ആളുകളുടെ കയ്യടിയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പുറത്ത് ഒരു വലിയ വിഭാഗം ആളുകളുടെ മുഖത്തിട്ടടി. അല്ല, ഇവിടെ എല്ലാവരും തെറ്റുകാരാണ്. മോഹൻലാലിനും ചിന്തിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ മകന്റെ പക്വത പോലും അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയി. അദ്ദേഹത്തിന്റെ മകനാണെന്നുണ്ടെങ്കിൽ പടത്തിൽ അഭിനയിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മകനും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവസാന രംഗത്തിൽ എനിക്കറിയില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഈ രോഹിത് പറഞ്ഞതുപോലെയാണ് കഥ എന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ കൊള്ളില്ല. രാഷ്ട്രീയം സിനിമയിൽ കുത്തിക്കയറി രാഷ്ട്രീയം പറയുന്ന പടങ്ങളുണ്ട്. അത് രാഷ്ട്രീയ പടമാണ്. അതിന് നമുക്കൊരു ചായ പിടിച്ചു പോകാം.
ഇതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു എന്താ പറയുക, റംസാൻ ടൈമിൽ ഒരു നല്ല പടത്തിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുക. ഇപ്പം ഇതൊന്നും കുത്തിവെക്കേണ്ട സമയം. ക്രിയേറ്റീവായിട്ട് ഒരു കഥ ഉണ്ടാക്കാമായിരുന്നു ഈ കലാപങ്ങളിലൊക്കെ തൊട്ട് സിനിമ ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ പൈസയുടെ മോട്ടിവേഷൻ അവർക്കുണ്ട്, അത് അവർ കൃത്യമായിട്ട് കവർ ചെയ്യും. അവർ പൈസ ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ്. കാരണം പല ആംഗിളിൽ ഇതിന് ട്വിസ്റ്റ് കൊടുത്ത് അതിന് പല ആംഗിളിൽ ഇതിന് ചർച്ചകൾ കൊണ്ടുപോയി പലരുടെ ഉള്ളിൽ കൂടെ വ്രണവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ഈ പടത്തിന് മാക്സിമം മൈലേജ് ഉണ്ടാക്കി ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതിന് OTT പൈസ കിട്ടും. കാരണം എത്രമാത്രം ചർച്ചകൾ വന്ന് പോപ്പുലേഷൻ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് OTT പൈസ കവർ ചെയ്യും. എന്തായാലും എല്ലാവരും നല്ല നേർവഴിക്ക് ചിന്തിക്കട്ടെ, നേർവഴിക്ക് കാര്യങ്ങൾ. ബുദ്ധിമുട്ടാ ഈ കാലഘട്ടത്തിൽ നേർവഴിക്ക് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇല്ല. ഇത് കേട്ട് വളരുന്ന പിള്ളേര് അടുത്തത് എന്താ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റണ്ടോ? എന്തെങ്കിലും വൃത്തികേട് കാണിച്ചു കൂട്ടി വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് തുടങ്ങി വെച്ചത് മാധ്യമങ്ങളാണ്. സത്യം പറയുന്ന ഒരാളെ ഞാൻ കണ്ടത് എവിടെയാണെന്നറിയോ? ഒന്ന് സുരേഷ് ഗോപി, ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ. ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് അവർ പറയണ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ പറയണത് സത്യമാണ്. അറിയില്ല, നിങ്ങൾ കർണാടകയിലായിരുന്നല്ലോ അദ്ദേഹം ഉണ്ടായിരുന്നത്, കേരളത്തിലേക്ക് അതുകൊണ്ട് പറഞ്ഞതല്ല. സത്യം പറയുന്ന വ്യക്തികളെ നമുക്ക് തനിയെ മനസ്സിലാവും. രാഷ്ട്രീയക്കാർക്ക് പൊതുവേ നുണ പറയുന്ന ഒരു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല, നോക്കാം. കേരളത്തിൽ വന്നിട്ടേ ഉള്ളൂ, സംസ്ഥാന അധ്യക്ഷനായിട്ടേ ഉള്ളൂ, നോക്കട്ടെ, പോകെ അദ്ദേഹം സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അറിയാം.